നമസ്കാരം. കഴിഞ്ഞ ദിവസം പള്ളിക്കൽ മേഖലയിലൂടെ സഞ്ചരിച്ചപ്പോൾ ഒരു ഹോട്ടലിൽ ചായ കുടിക്കാൻ കയറി. അപ്പോഴാണ് പ്രായം 80 അടുക്കുന്ന ഒരു വയോധികൻ ചുമലിൽ ഒരു വലിയ ബക്കറ്റിൽ വെള്ളവുമായി കടയ്ക്കുള്ളിലേക്ക് കയറാൻ ശ്രമിക്കുന്ന കാഴ്ച കണ്ടത്. ആയാസപ്പെട്ടാണെങ്കിലും അദ്ദേഹം ബക്കറ്റ് ചുമലിലേന്തി ഹോട്ടലിനുള്ളിൽ പ്രവേശിച്ചു ഒരു വലിയ ബാരലിലേക്ക് ഈ വെള്ളം ഒഴിച്ചു. തുടർന്ന് വീണ്ടും ബക്കറ്റുമായി പുറത്തിറങ്ങി റോഡിലൂടെ നടന്നു സമീപത്തെ പോലീസ് സ്റ്റേഷൻ കോമ്പൗണ്ടിലെ കിണറ്റിൽ നിന്നും വെള്ളം ശേഖരിച്ച് ഇതേ പ്രവൃത്തി തന്നെ തുടരുന്നു. ഹോട്ടലുടമ ശമ്പളം കൊടുത്ത് നിർത്തിയിരിക്കുന്ന വയോധികൻ. ബാലവേല ഇന്നാട്ടിൽ നിരോധിക്കപ്പെട്ടതാണല്ലോ. അതുപോലെ വൃദ്ധജനങ്ങളെ ഇതുപോലുള്ള കഠിന ജോലികൾക്ക് നിയോഗിക്കുന്നതും നിയമം മൂലം അവസാനിപ്പിക്കേണ്ടതല്ലേ? ചില ഹോട്ടലുകളുടെ മുന്നിൽ ഊണിന്റെ ബോർഡും തൂക്കി പൊരിവെയിലത്തും പെരുമഴയത്തും വയോധികരെ നിർത്തിയിരിക്കുന്നതും പലയിടത്തെയും കാഴ്ചയാണ്. തുടർച്ചയായി നിൽക്കേണ്ടി വരുന്ന, ഭാരം ചുമന്ന് നടക്കേണ്ടി വരുന്ന 70 കഴിഞ്ഞ വയോധികരെ അത്തരം ജോലികളിൽ നിന്നും ഒഴിവാക്കാൻ വേണ്ട നടപടികൾ കൈക്കൊള്ളണം. പാവപ്പെട്ട വയോജനങ്ങൾ പിന്നെ ജീവിക്കാൻ എന്ത് ചെയ്യണമെന്ന ചോദ്യം വരാം. പലവിധ മാർഗങ്ങളിലൂടെ വയോജനങ്ങളെ സംരക്ഷിക്കാൻ നമുക്ക് കഴിയില്ലേ? അതിനായി സാമൂഹ്യ സുരക്ഷാ പെൻഷൻ തുക ഉയർത്തുക, അത് കൃത്യസമയത്ത് വിതരണം ചെയ്യുക, മുതിർന്ന പൗരന്മാരുടെ ക്ഷേമത്തിനും സുരക്ഷയ്ക്കും വേണ്ടിയുള്ള നിയമങ്ങൾ കർശനമായി നടപ്പാക്കുക തുടങ്ങിയ മാർഗങ്ങളിലൂടെ ഒരു പരിധിവരെ വയോജനങ്ങളെ ചേർത്ത് നിർത്താൻ നമ്മുടെ സർക്കാരിന് കഴിയില്ലേ? പ്രളയ ദുരന്തത്തിലും വയനാട് ദുരന്തത്തിലും കയ്യും മെയ്യും മറന്ന് സഹായിച്ച മലയാളി സമൂഹം തീർച്ചയായും നമ്മുടെ വയോജനങ്ങളെ സംരക്ഷിക്കാൻ ഒരു സഞ്ചിത നിധി രൂപവൽക്കരിച്ചാൽ സഹായിക്കാൻ മുന്നോട്ട് വരും. കൂടാതെ ഒട്ടേറെ സ്ഥാപനങ്ങളുടെ സാമൂഹിക പ്രതിബദ്ധത ഫണ്ടുകൾ ഈ ഇനത്തിൽ സ്വരൂപിക്കുന്നതിനെ കുറിച്ചും ആലോചിക്കാവുന്നതാണ്. 70 വയസ്സ് കഴിഞ്ഞ് ആരും സഹായിക്കാനില്ലാത്ത അവസ്ഥയിൽ മുഴുവൻ സമയ ജോലിക്ക് ഇറങ്ങേണ്ടി വരുന്ന ഇത്തരം വയോജനങ്ങളെ ഉദ്ദേശിച്ചാണ് ഇത് പറയുന്നത്. മുതിർന്ന പൗരന്മാർക്ക് നേരം പോക്കിനും എക്സർസൈസിനും ഇതുപോലുള്ള ജോലികൾ ചെയ്യേണ്ടി വരില്ലേ എന്ന മറുചോദ്യവും പ്രതീക്ഷിക്കാം. എന്നാൽ ഒരു പരിഷ്കൃത സമൂഹത്തിന് ചേർന്നതല്ല വൃദ്ധരെ കൊണ്ട് ഇത്തരം ജോലികൾ ചെയ്യിപ്പിക്കുന്നത്. വയോജനങ്ങളുടെ നേരം പോക്കിന് പകൽ വീടുകളും വയോജന ക്ലബ്ബുകളും മറ്റ് സമാന കൂട്ടായ്മകളും സജീവമാക്കണം. സാംസ്കാരിക സംഘടനകളും സാമൂഹ്യ സാമുദായിക പ്രസ്ഥാനങ്ങളും ഇക്കാര്യത്തിൽ പദ്ധതികളുമായി മുന്നോട്ട് വന്നാൽ ഇതൊക്കെ സാധ്യമാവുക തന്നെ ചെയ്യും.